മതങ്ങളുടെ മദഹിനറ്റമില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മദഹിനൊരവസാനമില്ലല്ലോ. എത്ര ആരു പറഞ്ഞാലും, ആരെത്ര പുകഴ്ത്തിയാലും, ആരെത്ര മഹത്വം പറഞ്ഞാലും അതെല്ലാം തങ്ങളുടെ മഹത്വത്തിന്റെ 10-1 ഭാഗമെത്തില്ല, 1000-1 ഭാഗമെത്തില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തിന്റെ ഒരു ഭാഗം പറയാൻ ഒരാൾക്ക് കഴിയില്ല. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ബിഅഅലസ്സമാ അംസാ യുകല്ലിമു റബ്ബഹു വജിബ്രീലു നാഇം വൽ ഹബീബു മുഖറബു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി ആദരിച്ചു ആ മഹത്വമുള്ള നേതാവിനെ. ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള സ്ഥാനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ തങ്ങൾക്ക് ആദരവ് നൽകിയതുപോലെ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയില്ല. എല്ലാ ആദരവുകളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവിന് താഴെയാണ്. ഒരാൾക്കുമില്ല. എല്ലാ മില്ലത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്തിന് താഴെയാണ്. എല്ലാ ബഹുമാനവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തിന് താഴെയാണ്. എല്ലാ ജനങ്ങളും പ്രതീക്ഷിച്ച നേതാവാണ് ആ നേതാവ്. എല്ലാവരും ആദരവോടെ കാത്തുനിന്ന നേതാവാണ് ആ നേതാവ്. ബിഇസ്സതിഹി സുദ്ന അലാ കുല്ലി ഉമ്മതി وملتنا فيها النبيون ترغبون. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത്, തങ്ങളുടെ ഇസ്സത്ത് കൊണ്ട് ഈ ഉമ്മത്ത് തന്നെ ഉമ്മത്തിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം നൽകുകയാണ്. മുൻകാലത്തുള്ള നബിമാരെക്കാൾ എല്ലാ ഉമ്മത്തിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അല്ലാഹു തആല ബഹുമാനം നൽകുകയാണ്. ഒരാൾക്കുമില്ല അവകാശപ്പെടാൻ ഇത്രയും വലിയ സ്ഥാനം, ഒരാൾക്കുമില്ല അവകാശപ്പെടാൻ ഇത്രയും വലിയ ബഹുമാനം. ഈ നബിമാർ, ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. വലിയ ഭാഗ്യം അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന കാരണം ഏറ്റവും ഖൈറായ ഉമ്മത്താരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബി ഇന്നി അജിദു ഫി തൗറാത്തി ഉമ്മതൻ. അല്ലാഹുവേ, ഉമ്മത്തിൽ തൗറാത്തിൽ ഞാനൊരു ഉമ്മത്തിനെ കാണുന്നുണ്ട്. തൗറാത്തിൽ ഞാനൊരു ഉമ്മത്തിനെ കാണുന്നു അല്ലാഹ്. ആ ഉമ്മത്താരാണ്? ഹുമുൽ മുസ്തജീബൂന വൽ മുസ്തജാബു ലഹും. അവര് വല്ലാതെ ഇജാബത്ത് നൽകപ്പെടുന്നവരാണ്, വലിയ ബഹുമാനം നൽകപ്പെടുന്നവരാണ്, വലിയ ആദരവ് നൽകപ്പെടുന്നവരാണ്. വലിയ ആദരവ് നൽകപ്പെടുന്നവരാണ്.
വലിയ ബഹുമാനം നൽകപ്പെടുന്നവരാണ്, അവർക്ക് ഇജാബത്ത് റെഡിയാണ്. ഫജഅൽഹും ഉമ്മത്തി, അല്ലാഹുവേ അവരെ എൻ്റെ ഉമ്മത്താക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക ഉമ്മത്തു അഹ്മദ്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ യാ ദാവൂദ്, ദാവൂദ് നബിയെ, ഇന്നഹു സയതി മിൻ ബഅദിക നബിയ്യുൻ യുസമ്മ അഹ്മദ് വ മുഹമ്മദാ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ദാവൂദ് നബിയെ, നിങ്ങൾക്ക് ശേഷം ഞാൻ ഒരു നബിയെ അയക്കുന്നുണ്ട്. ആ നബിയുടെ പേര് അഹ്മദ് എന്നാണ്. ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. സ്വാദിഖൻ സയ്യിദാ, സ്വാദിഖൻ സയ്യിദാ, സത്യം പറയുന്ന, സത്യമുള്ള, സുദുഖിൽ വല്ലാത്ത, ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന നിലക്ക് സുദുഖുള്ള വലിയ നേതാവാണ്. ലാ ഗളബ അലൈഹി അബദാ, ലാ ഗളബ അലൈഹി അബദാ, ഒരിക്കലും ഞാൻ ആ നബിയോട് കോപിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം, തങ്ങളുടെ ആദരവ്, തങ്ങളുടെ മഹത്വം, തങ്ങളുടെ മദ്ഹ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദാവൂദ് നബിയെ, നിങ്ങൾക്ക് ശേഷം ഞാൻ ഒരു നബിയെ അയക്കുന്നുണ്ട്. ആ നബിയുടെ പേര് മുഹമ്മദ് അഹ്മദ് എന്നാണ്. അത് സ്വാദിഖായ നബിയാണ്, സയ്യിദാണ്. ലാ ഗളബ അലൈഹി അബദാ, ഒരിക്കലും ലാ ഗളബ അലൈഹി അബദാ, ഒരിക്കലും ഞാൻ ആ നബിയോട് കോപിക്കുകയില്ല. ഒരിക്കലും തങ്ങളോട് ദേഷ്യം പിടിക്കൂല. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലോ, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കോപിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യം പിടിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യം പിടിക്കൂല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ദേഷ്യം പിടിക്കൂല. ഒരൽപ്പ ദിവസം അള്ളാഹുവിന്റെ ഹബീബ് വേദനിച്ചു, ഒരൽപ്പം വേദന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു പോയി. എന്താ കാരണം? വഹി കിട്ടുന്നില്ല. വഹിയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൽപ്പം സങ്കടപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൽപ്പം പ്രയാസപ്പെട്ടു പോയി. വഹി മുറിഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയും കൊണ്ടുവരുന്നില്ല. പ്രതീക്ഷയോടെ തങ്ങൾ കാത്തുനിന്നു. ദിവസങ്ങളോളം വഹിയില്ല. വല്ലാതെ സങ്കടമായി പോയി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചു. വല്ലുഹാ വല്ലൈലി ഇദാ സജാ
والضحى والليل إذا سجى ما ودعك ربك وما قلى. ളുഹാ വക്തിനെ തന്നെയാണ് സത്യം നബി. വല്ലൈലി ഇദാ സജാ, രാത്രിയിൽ മുട്ടിയാൽ ആ രാത്രിയെ തന്നെയാണ് സത്യം നബി. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല നബിയെ, അങ്ങയെ അകറ്റിയിട്ടില്ല, അങ്ങയോട് ദേഷ്യം പിടിച്ചിട്ടില്ല നബിയേ. എത്രയാളുകളാണ് പരിഹസിക്കാനെത്തിയത്, എത്രയാളുകളാണ് പരിഹസിക്കാനെത്തിയത്. ഉമ്മു ജമീലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഉമ്മു ജമീൽ അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ ഭാര്യയാണ്. അവരിങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ പറയണേ, ഏയ് മുഹമ്മദേ, നിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ആ ശൈത്വാൻ നിന്നെ ഒഴിവാക്കിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ തങ്ങളെ മനസ്സ് വേദനിച്ചു പോയ ഘട്ടങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചു. ഇന്ന ഹാദിഹിൽ മർഅത ഹിയ ഉമ്മു ജമീൽ ഇംറാതു അബീ ലഹബ്. യാ അല്ലാഹ്, അവള് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മാ അറാ ശൈത്വാനക ഇല്ലാ ഖദ് തറകത്, മാ അറാ ശൈത്വാനക ഇല്ലാ ഖദ് തറകത്. നിന്റെ ശൈത്വാൻ നിന്നെ ഒഴിവാക്കി എന്നാണ് എന്റെ അഭിപ്രായം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിറങ്ങിയ ആയത്തല്ലയോ വല്ലുഹാ വല്ലൈലി ഇദാ സജാ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഒരിക്കലും തങ്ങളെ അകറ്റിയിട്ടില്ല നബിയേ, തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല നബിയേ. ഒരിക്കലും അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല, അകറ്റിയിട്ടില്ല, വെറുത്തിട്ടില്ല നബിയേ. ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറയാൻ ലാ ഗുലുബു അലൈഹി അബദാ, ആ നബിയുടെ മേൽ ഒരിക്കലും ഞാൻ കോപിക്കൂല ദാവൂദ് നബിയെ. വലാ യഗ്ലുബ്നി അബദാ, അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ടുമില്ല ദേഷ്യം പിടിക്കൂല. സുബ്ഹാനല്ലാഹ്, ഇല്ലല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നോട്ടം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാവം, ഹബീബായ തങ്ങളെ ഖൽബിൽ ഒരു ചിന്ത, അല്ലാഹുവിനോട് വെറുപ്പുള്ളതായി, അല്ലാഹുവിനോട് എതിര് പറയുന്നതായി ഒരു വാക്കും വന്നില്ലല്ലോ. എന്തൊരു പരീക്ഷണങ്ങളിലൂടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയത്. അശദ്ദുൽ ബലാഇൽ അംബിയ, ഏറ്റവും കടുപ്പമുള്ള പരീക്ഷണങ്ങളിൽ വിധേയരാകുന്നത് അംബിയാക്കളാണ്. ആ അംബിയാക്കൾ അലൈഹിമുസ്സലാം
അവരുടെ ലീഡറല്ലേ ഹബീബായ തങ്ങൾ. അതുകൊണ്ട് എത്ര കടുപ്പമുള്ള പരീക്ഷണങ്ങളാണ്. നോക്ക്, മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് മഹദി മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കച്ചവട സംഘത്തിന്റെ അമീറായി ശാമിലേക്കുള്ള യാത്രയിലാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകളാ കൂടെ ഉണ്ടായത്. കൂടെ ഉണ്ടായത്. ആ സമയത്ത് അബ്ദുല്ലാഹ് എന്നവര് യാത്ര പോകേണ്ടി വന്നു. ശാമിലേക്ക് യാത്ര പോയി. ആ യാത്ര പോയിട്ട് ആമിന ബീവി കാത്തു നിൽക്കുകയാണ് ഭർത്താവിനെ കാത്തു നിൽക്കുന്നത് എന്തിനാന്നറിയോ? ഏതൊരു പെണ്ണും ഏതൊരു ഭാര്യയും അവള് ഗർഭം ചുമക്കുക എന്നത്, ഉമ്മയാവുക എന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഉമ്മയാവുക എന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ആ അഭിമാനം ആദ്യമായി ഭർത്താവിനോട് പറയുമ്പോൾ ഒരു പെണ്ണിനുണ്ടാകുന്ന അഭിമാനം, ഇസ്സത്ത്, അത് പറയാനുണ്ടാകുന്ന ഒരു കൊതി സഹോദരിമാരോട് ഉസ്താദ് വഴു പറയേണ്ടതല്ല. നിങ്ങള് ഉപ്പയാകാണ്, നിങ്ങൾ ഉപ്പയാവുകയാണ്. എനിക്ക് വിശേഷമുണ്ട്, നിങ്ങൾ ഉപ്പയാവുകയാണ് അല്ലേ? ഒരു വീട്ടില് വലിയ സന്തോഷാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരു പെണ്ണ് ഗർഭിണിയാവുക എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പെണ്ണുങ്ങളും അത് അവരുടെ സ്ത്രീത്വത്തിന്റെ, മാതൃത്വത്തിന്റെ, അവർക്ക് ഉമ്മയാകാൻ കഴിയുക എന്നതിന്റെ ആ ഒരു സന്തോഷം അവരുടെ കൽബിൽ ഒരിക്കലും അതൊന്നും അവരുടെ കൽബിന്ന് മാറിപ്പോകൂല. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അവർക്ക് വിശേഷമുണ്ട്, അതൊന്ന് പറയണം, ഭർത്താവിനോട് പറയണം. ഭർത്താവിനെ ഫോൺ ചെയ്താൽ കിട്ടുന്ന ദൂരത്താണോ? അല്ല. അന്ന് ഫോണുണ്ടോ, സംവിധാനമുണ്ടോ? ഒന്നുമില്ല. ഭർത്താവിനോട് പറയണം. ഭർത്താവിനെ കാത്തു നിൽക്കാണ്. കച്ചവട സംഘത്തിന്റെ കൂടെ പോയതാണ്. ഏതായാലും വരാതിരിക്കൂല, പെട്ടെന്ന് വരാതിരിക്കില്ല. വരുമ്പോൾ ഈ ഒരു സന്തോഷം ആമിന ബീബി റളിയല്ലാഹു അൻഹാ കൊതിക്കുകയാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് പറയാനാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പോയ യാത്ര സംഘം തിരിച്ചു വരികയാണ്. അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പക്ക് 132 വയസ്സ് പ്രായമാണെന്ന്. 132 വയസ്സ് പ്രായമുണ്ട് ഉപ്പാപ്പക്ക്, അബ്ദുൽ മുത്തലിബിന്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ കല്യാണം കഴിഞ്ഞതേയുള്ളൂ. യാത്രാ സംഘത്തിൽ പോകേണ്ടി വന്നതാണ്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് കാത്തു നിൽക്കാണ്. ആമിന ബീവി കാത്തു നിൽക്കാണ്, കുടുംബക്കാര് കാത്തു നിൽക്കാണ്. തിരിച്ചു വരുമ്പോൾ യാത്രാ സംഘത്തിന്റെ മുഖത്തത്ര സന്തോഷം കാണുന്നില്ല. യാത്രാ സംഘത്തിന്റെ മുഖത്തത്ര സന്തോഷം കാണുന്നില്ല. കാരണം എന്താണ്? യാത്രാ സംഘത്തിന്റെ അമീറായി പോയ അബ്ദുള്ള എന്നവര് തിരിച്ചു വരുമ്പോൾ പനി ബാധിച്ചിട്ട് യസ്രിബിൽ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഈ വിവരമാണ് കച്ചവട സംഘം പറയുന്നത്. കൊറോണ എന്നല്ല, മരുഭൂമിയിൽ പനി പിടിച്ചാൽ വൈദ്യന്മാര് എന്തെങ്കിലും നാട്ടുവൈദ്യന്മാര് കൊടുക്കണ മരുന്നല്ലാതെ വേറൊരു വഴിയുമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ല, സംവിധാനങ്ങളില്ല, മെഡിക്കൽ കോളേജുകളില്ല, ഒന്നുമില്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമില്ല. പിന്നല്ലേ ബാക്കിയെല്ലാം പറഞ്ഞു, ഒന്നുമില്ല. നാട്ടുവൈദ്യന്മാര് കൊടുക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ച് രക്ഷപ്പെട്ടാലായില്ലെങ്കിൽ ഇല്ല. ടെസ്റ്റ് നടത്താൻ വകുപ്പുകളില്ല. അബ്ദുള്ള അവിടെ കിടക്കാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മന്റെ കുടുംബമാണല്ലോ അവിടെ ഉള്ളത്. അവരെ കൂടെ അങ്ങോട്ട് താമസിച്ചു. അബ്ദുൽ മുത്തലിബിനോട് വിഷയം പറഞ്ഞപ്പോ കൽബ് വേദനിച്ചു പോയി. മകന്റെ ഭാര്യയോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? ആമിന ബിവി കാത്തു നിൽക്കാണല്ലോ ഭർത്താവിനോട് സന്തോഷം പറയാൻ. നിങ്ങളൊരു ബാപ്പയാകുന്നു എന്ന സന്തോഷം പറയാൻ കാത്തു നിൽക്കല്ലേ. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ മുത്തലിബ് വിളിക്കുകയാണ്, മകൻ അബൂ ത്വാലിബിനെ വിളിക്കുകയാണ്. അബൂ ത്വാലിബിനെ വിളിക്കുകയാണ്. അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് അബൂ ത്വാലിബിനോട് പറയാണ്, മോൻ പോകണം, യസ്രിബിലേക്ക് പോകണം, യസ്രിബിലേക്ക് പോകണം. യസ്രിബിലേക്ക് പോയിട്ട് അവിടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ അബ്ദുല്ലാനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് ചികിത്സിക്കാം, ഉള്ള ചികിത്സ ഇവിടെ കൊടുക്കാം, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവനെ കാത്തുക്കല്ലേ. അബൂ ത്വാലിബും അബ്ദുള്ളയും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അവരുടെ ജേട്ടനായ അബൂ ത്വാലിബ് ഒറ്റ ഉമ്മന്റെ മക്കളാണ്, ഫാത്തിമ ബിൻത് അംർ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്നേഹബന്ധമുണ്ട്. അതുകൊണ്ട് അബൂ ത്വാലിബിനെ അയക്കാണ്, നീ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം, എങ്ങനെങ്കിലും പോയി വരണം. എത്ര ദിവസം പിടിക്കും? ഒരാഴ്ചയോളം പിടിക്കും അവിടത്തേക്ക്, മദീനത്തേക്ക്. അബൂ ത്വാലിബ് യസ്രിബിലെത്തിയപ്പോൾ അവിടെ അതാകെ ശോകമുഖമായ അന്തരീക്ഷമാണ്. അവിടെ വലിയ പ്രയാസം, വലിയ സങ്കടത്തിലാണ് അവരുള്ളത്. അന്വേഷിച്ചു നോക്കുമ്പോ അബൂ ത്വാലിബ് അവിടെ എത്തുന്നതിന് മുമ്പ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ലോകത്തോട് വിട പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. അബൂ ത്വാലിബ് തിരിച്ചു വരികയാണ്. അബൂ ത്വാലിബ് തിരിച്ചു വരികയാണ്. അബൂ ത്വാലിബ് വന്നിട്ട് വിവരം പറയുമ്പോൾ 132 വയസ്സുണ്ട് അബ്ദുൽ മുത്തലിബിന്. ആമിന ബീബി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാണ്, മകന്റെ ഭാര്യ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയുന്നില്ല. ആമിന ബീബിന്റെ സങ്കടത്തിന്റെ കടുപ്പം എത്ര! ഉദരത്തിൽ വളരുന്ന പൊന്നുമോൻ, ആ പൊന്നു അല്ലെങ്കിൽ പൊന്നു, ആ എന്റെ കുട്ടി, ആ പൊന്നു പൈതല് നാളെ ബാപ്പാനൊന്ന് കാണിക്കാൻ വേണ്ടി ബാപ്പയില്ലല്ലോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾ ഗർഭാശയത്തിൽ 2 മാസം പ്രായമായപ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ആമിന ബീബി റളിയല്ലാഹു അൻഹാ ഈ ഖൽബിൽ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അമ്പിയാക്കൾ ഓരോ മാസവും മാറി മാറി വരുന്നു, നല്ല ബിശാറത്ത് നൽകുന്നു, സുവിശേഷം അറിയിക്കുന്നു, നല്ല നല്ല സ്വപ്നങ്ങൾ ആമിന ബീബി റളിയല്ലാഹു അൻഹ കാണുന്നു. ഗർഭാശയ കാലത്തുള്ള പ്രയാസങ്ങളും വിഷമങ്ങളൊന്നുമില്ല, വലിയ സന്തോഷത്തിലാണ്. വേദനകളും പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഭർത്താവാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കൂടെയില്ല. ആ സങ്കടം കൽബിന്റെ ഉള്ളിലുണ്ട്. സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് വരുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുന്നതൊക്കെ നമുക്ക് ധാരാളം പറയണം ഇൻഷാ അല്ലാഹ്. ഹബീബായ തങ്ങൾ അനുഭവിച്ച ത്യാഗം, സങ്കട പറഞ്ഞു വന്നത്. ഇപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വളർന്നു. 6 വയസ്സ് പ്രായമായപ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അതാ ആമിന ബീബി വിളിക്കുകയാണ്. ആമിന ബീബി വിളിച്ചിട്ട് ആമിന ബീബി പറയുന്നു, മോനെ നമുക്ക് വാപ്പന്റെ അടുത്തൊന്ന് സിയാറത്തിന് പോകണം. ആമിന ബീബി റളിയല്ലാഹു അൻഹ സിയാറത്തിന് പോവുകയാണ് മകനെയും കൂട്ടിയിട്ട്. ഉമ്മാനെയും ബാപ്പാനെയും കണ്ടു. അതുപോലെ തന്നെ ആമിന ബീബിന്റെ കുടുംബം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് മദീനയിൽ അതൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറപ്പെട്ടു. മദീനയിലെത്തിയിട്ട് ഒരൽപ്പനാളുകൾ അവിടെ താമസിക്കുകയാണ്. മഹദി ആമിന ബീബി റളിയല്ലാഹു അൻഹാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ ബാപ്പന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് ബാപ്പയെ കണ്ടിട്ടില്ലാത്ത പൊന്നുമകൻ ബാപ്പന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് സിയാറത്ത് ചെയ്യുന്നു. കുറച്ചു നാൾ അവിടെ താമസിക്കുന്നു. കുറച്ചു നാൾ കുടുംബക്കാരുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. നല്ല സംസ്കാരമുള്ളവരാണ് അവർ. വളരെ നല്ല ഉന്നതമായ സ്വഭാവമുള്ളവരാണ് ആ നാട്ടുകാര്, മദീനക്കാര്. ആ സംസ്കാരമൊക്കെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിച്ചു വരികയാണ്. ആമിന ബീബി റളിയല്ലാഹു അൻഹായും മകനും കൂടെ അവിടെ താമസിക്കുമ്പോ കൂടെ ഉമ്മു ഐമൻ എന്ന മഹദിയുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 6 വയസ്സുള്ള പൊന്നുമോനാണ്. ആമിന ബീബി അവിടെ താമസിക്കുമ്പോ ജൂതന്മാരായ മദീനത്തുള്ള 2 ജൂതന്മാരെ കാണുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാണ് 2 ജൂതന്മാര്, അല്ലെങ്കിൽ ആമിന ബീബി രണ്ടാളും കൂടെ കാണാണ്. ആമിന ജൂതന്മാരായ 2 ആളുകൾ അവരിങ്ങനെ പറയാണ്, ഫഖാല അഹദുഹുമാ ലിൽ ആഖിർ, ഒരാൾ മറ്റേയാളോട് പറയാണ്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിന്റെ നബിയാണ്. കണ്ടോ, 6 വയസ്സിൽ പറയാണ്. ജൂത പണ്ഡിതന്മാര്, വേദം പഠിച്ച പണ്ഡിതന്മാര് അന്നെ ഈ കോലം കണ്ടിട്ട് പറഞ്ഞു. 6 വയസ്സുള്ള സമയത്താണ് ഈ പറയുന്നത്. മദീനത്ത് ഇങ്ങനെ നടക്കുമ്പോ പറയാണ്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിന്റെ നബിയാണ്. വഹാദിഹി ദാറു ഹിജ്റത്തിഹി, വേദപണ്ഡിതന്മാരെന്ന് പറയാണ്, ജൂതന്മാരെന്ന് പറയാണ്, ജൂതപണ്ഡിതന്മാരെന്ന് പറയാണ്, ഇത് ആ മഹാനായ നബി ഹിജ്റ വരുന്ന സ്ഥലമാണ്. ഇത് യസ്രിബാണല്ലോ. ഹാദിഹി ദാറു ഹിജ്റത്തിഹി, ഇത് ആ നബിയുടെ ഹിജ്റ വരുന്ന സ്ഥലമാണിത്. വസയകൂനു ബിഹാ മിനൽ ഖത്ലി വസ്സബീ വഅംരിൻ അളീം. ഇവിടെ ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് സംഘട്ടനങ്ങളും ഒരുപാട് ബന്ധനസ്ഥരാക്കലും ഒരുപാട് ജയിലുണ്ടാക്കലും അതങ്ങനെ ഒരുപാട് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരാനുണ്ട്. ഈ 2 പേര് സംസാരം ഇങ്ങനെ സംസാരിക്കാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ 34 നബുവത്തിന്റെ പ്രഖ്യാപനം 40 വയസ്സിൽ വരുന്നതിന് 34 വർഷം മുമ്പാണ് ഈ പറയുന്നത്. 6-ാമത്തെ വയസ്സിലാണ് ഈ സംസാരം. സുബ്ഹാനല്ലാഹ്, ഇതൊരു വല്ലാത്ത മോൻ തന്നെയാണ്, ഇതൊരു വല്ലാത്ത മകൻ തന്നെയാണ്. ഈ മകന്റെ മുഖത്ത് നോക്കിയാൽ വേദമറിയുന്നവര് പണ്ഡിതന്മാര് പറയുന്നത്, ഇത് ഈ ഉമ്മത്തിന്റെ നബിയാണ്, ഇത് ഈ നബിയുടെ ഹിജ്റ വരുന്ന നാടാണിത്. ഒരുപാട് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട്. ഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഫലമ്മാ സമിഅത് ദാലിക ഉമ്മുഹു ആമിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീബി വിഷയം കേട്ടപ്പോ ആമിനയ്ക്ക് പേടിയായി. ആമിന ബീബി റളിയല്ലാഹു അൻഹ മകനെയും കൂട്ടിയിട്ട് മക്കത്തേക്ക് തന്നെ വേഗം വിടുകയാണ്. അല്ലാഹ്, തിരിച്ചു വരുമ്പോൾ അബവാ എന്ന സ്ഥലം മദീനയോടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. മക്ക മദീനന്റെ ഇടയിലാണ്.
ആ സ്ഥലത്തെത്തുമ്പോഴാണ് മഹദി രോഗിയാകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സ്ഥലത്ത് തന്നെ രോഗം ബാധിച്ചു മഹദി മരണപ്പെട്ടു പോകുന്നു. 6 വയസ്സുള്ള പൊന്നുമകനെ പരിചാരകയായ ഉമ്മൈമൻ എന്നവരും കൂടെയുണ്ട്. മുത്തനബിന്റെ വലിയ ഖിദ്മത്ത് ചെയ്ത മഹദിയാണ്. ആ ഉമ്മൈമനും കൂടെയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുണ്ട്. അറിയണേ, ആമിന ബീവിക്ക് 20 വയസ്സ് പ്രായമാണ്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 20 വയസ്സ് പ്രായമാണ്. ആമിന ബീബി റളിയല്ലാഹു അൻഹ ബവായിൽ അവിടെ പനി ബാധിക്കുന്നു, അവിടെ രോഗിയാകുന്നു, അവിടെ മരണപ്പെടുന്നു. 6 വയസ്സുള്ള പൊന്നുമകൻ ഉമ്മാന്റെ ഖബറടക്കിന് സാക്ഷിയാകുന്നു. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയിട്ട് 6 വയസ്സുള്ള പൊന്നു പൈതല് അതാ മക്കത്തേക്ക് തിരിച്ചു വരുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം അവര് മക്കയിലെത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്ന സങ്കടങ്ങളെ അറിയണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു വന്ന സങ്കടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്തോഷങ്ങളും അല്ലാഹു തആല കൊടുത്തു, എല്ലാം അല്ലാഹു കൊടുത്തു. ഉഹദ് പർവ്വതം സ്വർണ്ണമാക്കി തരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറഞ്ഞു. ഹബീബായ തങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ചോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണം ഉണ്ടായില്ലേ? ആ പരീക്ഷണങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കൂ ജനങ്ങളെ. ഈമാൻ എന്താണെന്നറിയാം. കടുപ്പമുള്ള ഈമാൻ അറിയാം. ഹബീബായ തങ്ങൾ മക്കയിലേക്ക് എത്തുകയാണ്. ആരാണ് സ്വീകരിക്കാനുള്ളത്? ബാപ്പ മരണപ്പെട്ടു, ജനിക്കുന്നതിന് മുമ്പെന്നെ മരണപ്പെട്ടു. 6 വയസ്സിൽ ഉമ്മയും പോയി. ഇനി ആരാണല്ലാഹ്? 6 വയസ്സുള്ള പൊന്നു പൈതലിനെ അതാ ഉപ്പാപ്പ സ്വീകരിക്കുകയാണ്. 138 വയസ്സ് പ്രായമാണ് അബ്ദുൽ മുത്തലിബിന് റളിയല്ലാഹു അൻഹു. അബ്ദുൽ മുത്തലിബിന് 138 വയസ്സ് പ്രായമുണ്ട്. നല്ല പ്രായമുണ്ട്. ആ പ്രായത്തിലും മക്കയിലെ അധികാരിയിലെ മക്കയിലെ ഏറ്റവും ബഹുമാനമുള്ള, ആദരിക്കപ്പെടുന്ന, ഏറ്റവും വലിയ മഹത്വമുള്ള ആളാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബ് തന്നെയാണ് മകനെ സംരക്ഷിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന് എന്തൊരു സ്നേഹമാണെന്നോ! അബ്ദുൽ മുത്തലിബിന് പൊന്നുമോനോട് എന്തൊരു ഇഷ്ടമാണെന്നോ! യുഹിബ്ബുഹു വയുക്രിമുഹു വയുലാത്തിഫുഹു വയുത്റുഹു ബിഅത്യബി തഅമിഹി. ഏറ്റവും നല്ല സ്നേഹം നൽകുന്നു, ഏറ്റവും വലിയ ആദരവും സ്നേഹവും ബഹുമാനവും പരിഗണനയും നൽകുന്നു. നല്ല കൃപയിൽ ആ പൊന്നുമോനോട് ഇടപെടുന്നു. 6 വയസ്സുള്ള പൊന്നുമോനാണ്. ഉമ്മയില്ല, വാപ്പയില്ല. സങ്കടം അറിയിക്കാതെ അബ്ദുൽ മുത്തലിബ് വളർത്തുകയാണ്. മാത്രമല്ല, ആ ഹബീബായ തങ്ങളെ അബ്ദുൽ മുത്തലിബ് എങ്ങനെയാണ് കാണുന്നത്? അബ്ദുൽ മുത്തലിബ് എങ്ങനെയാണ് പൊന്നുമോനെ നോക്കുന്നത്? കഅബന്റെ അടുക്കൽ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കഅബന്റെ അടുക്കൽ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അബ്ദുൽ മുത്തലിബ് വിരിക്കുന്ന ഒരു വിരിപ്പുണ്ട്. ആ വിരിപ്പിന്റെ മേലെ അബ്ദുൽ മുത്തലിബ് തന്റെ കുടുംബത്തിലുള്ള ഒരാളെ ഇരുത്തിയിട്ടില്ല. തന്റെ മക്കളെ ഇരുത്തിയിട്ടില്ല, മക്കളെ ഇരുത്തിയിട്ടില്ല. എത്രയോ മക്കളുണ്ട്. ആ മക്കളെ ഒരാളെ ഇരുത്തിയിട്ടില്ല. എന്നാൽ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന വിരിപ്പിൽ കഅബയുടെ തണലിൽ, കഅബയുടെ ചാരത്ത് അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന അതേ വിരിപ്പിൽ മക്കയുടെ നേതാവും രാജാവും അല്ലേ, ആ വിരിപ്പിൽ തന്നെ ഹബീബായ തങ്ങളാകുന്ന 6 വയസ്സുകാരന്റെ കയ്യും പിടിച്ച് അബ്ദുൽ മുത്തലിബ് നടക്കുന്നു. ആ വിരിപ്പിൽ തന്റെ കൂടെ ഇരുത്തുന്നു. ഒരാളെയും അബ്ദുൽ മുത്തലിബ് ഇതുവരെ ഇരുത്തിയിട്ടില്ല. മിൻ അഹ്ലിഹി വലാ മിൻ ഖൗമിഹി.
അവരെ ജനങ്ങളിൽ നിന്നോ അവരെ നാട്ടുകാരിൽ നിന്നോ അവരെ കുടുംബത്തിൽ നിന്നോ ഒരാളെയും ഇന്നുവരെ ആ വിരിപ്പിൽ ഇരുത്തിയിട്ടില്ല. അവിടെയാണ് അബ്ദുൽ മുത്തലിബ് കൊണ്ടുപോയി പൊന്നുമോനെ ഇരുത്തുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തുന്നത്. അപ്പൊ ആളുകൾക്ക് ഇത് കാണുമ്പോ ഉണ്ടാവല്ലോ, ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിന്റെ മേലെ ഇരുത്തുമ്പോ അങ്ങനെ ഉണ്ടാവില്ല. സ്റ്റേജിന്റെ മുകളിൽ ഇപ്പൊ നമ്മള് പിന്നെ യൂട്യൂബ് പരിപാടി ആയതുകൊണ്ടും ഓൺലൈൻ പരിപാടി ആയതുകൊണ്ടും നമ്മളെ മക്കൾ ചിലപ്പോൾ വന്നിരിക്കുന്നു. നമ്മളിപ്പോ സ്റ്റേജിൽ വേള പറയാൻ വേണ്ടി പോയാൽ നമ്മളെ മക്കളെപ്പോഴും നമ്മുടെ മടിയിൽ കയറി ഇരുന്നാല് അതൊരു വിഷമല്ലേ? വേള പറയണ ഉസ്താദ് കുട്ടിനെയും കുട്ടി സ്റ്റേജിൽ പോവുക, അപ്പോൾ അവിടെ തങ്ങന്മാർ ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും. അവർ ഇരിക്കണ കസേരയിൽ നമ്മളെ കുട്ടിനെ കൊണ്ട് ഇരുത്താൻ പറ്റൂ? അവിടെ ഒരുപാട് മഹത്വമുള്ള ആളുകൾ ഉണ്ടാവൂലേ? ഇവിടെ അബ്ദുൽ മുത്തലിബ് 6 വയസ്സുള്ള ഈ പൊന്നുമോനെ തന്റെ വിരിപ്പിൽ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അതൊരു വലിയ പ്രയാസം ഉണ്ടാകുകയാണ്. അപ്പൊ അവർ അബ്ദുൽ മുത്തലിബിനോട് പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുത്തുന്നത്? അല്ലെങ്കിൽ ഇക്കുട്ടിനെ ഇരുത്തുന്നവർ ശരി, ചെറിയ മോനല്ലേ, അങ്ങനെ ഇരുത്തുന്നവർ ശരിയുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ട് അവര് തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്ന കേൾക്കൂ, ദഉ ഇബ്നീ ഫഇന്ന ലഹു ലശഅനാ. എന്റെ മോനെ നിങ്ങൾ വിടൂ, ഓന്റെ കാര്യം നോക്കണ്ട, ഇവന്റെ കാര്യം പൊന്നുമോന്റെ കാര്യം നിങ്ങൾ പറയണ്ട. ഫഇന്ന ലഹു ലശഅനാ. ഇതാരാ മോൻ? ഇതൊരു വല്ലാത്ത അത്ഭുതമുള്ള മോനാട് കേട്ടോ. അബ്ദുൽ മുത്തലിബ് നേരത്തെ സ്വപ്നം കണ്ട മുഹമ്മദ് എന്ന് പേരിടാൻ, അബ്ദുൽ മുത്തലിബിന് ഇൽഹാം കിട്ടിയതാണ് മുഹമ്മദ് എന്ന പേരിടാൻ. അബ്ദുൽ മുത്തലിബ് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടതാണ് ഈ പൊന്നമോന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ചങ്ങാതിമാരോട് മക്കത്തെ പ്രമാണിമാരോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വിട്ടോ, മോന്റെ കാര്യം നിങ്ങൾ പറയണ്ട, ദൗഇബിനി എന്റെ മോനെ നിങ്ങൾ ഒഴിവാക്കൂ. ഫഇന്ന ലഹു ലശഅനാ. ഈ കുട്ടിയിൽ വലിയ അത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ഈ പൊന്നുമോൻ ഒരു സാധാരണ മോനല്ല. ഈ പൊന്നുമോൻ നിങ്ങൾ കരുതുന്ന പോലത്തെ ഒരു സാധാരണ മക്കത്തെ കുട്ടിയല്ല, ഒരു മക്കത്തെ ചെറിയൊരു പയ്യനല്ല. ഇതൊരു വലിയ സംഭവമാണ്. 6ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ അബ്ദുൽ മുത്തലിബ് 8ാമത്തെ മുത്തനബിക്ക് 8 വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. 2 വർഷമാണ്. ആ 2 വർഷത്തിന്റെ ഇടയിലാണ് ഈ സംസാരം. 6 വയസ്സ് 7 വയസ്സുള്ള മോനെ പറ്റി പറയാ, ദഉഇബ്നി ഫഇന്ന ലഹു ലശഅനാ. ഭയങ്കര കടുപ്പുള്ള വലിയ അത്ഭുതമുള്ള മോനാണിത്. ഇതൊരു ചെറിയ കുട്ടിയല്ല, ഇതൊരു സാധാരണ കുട്ടിയല്ല, ഇതൊരു അത്ഭുതമുള്ള മോനാണ്. കഅബാലയത്തിന്റെ തണലിൽ കഅബയുടെ ചാരത്ത് അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന പ്രധാനപ്പെട്ട വിരിപ്പിൽ പൊന്നുമോന്റെ കൈ പിടിച്ച് നടത്തിയിട്ട് പൊന്നുമോനെയും കൈ ചേർത്തി പിടിച്ചിട്ട് പൊന്നുമോനെയും കൊണ്ടുപോയി ഇരുത്തിയിട്ട് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, പക്ഷേ സഹോദരങ്ങളെ, ആ വലിയ തണലും ആ വലിയ ഒരു സഹായവും ആ വലിയ ഒരു മുത്തുനബിക്കുള്ള വലിയ കാരുണ്യത്തിന്റെ ഉപ്പാപ്പയുടെ കരസ്പർശവും അധികം നീണ്ടുന്നില്ല. 2 വർഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പന്റെ കീഴിലാകെ 2 വർഷം. 140ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറയുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സ് പ്രായമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സ് പ്രായമാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ ചരിത്രം പഠിക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫഹസിന വല്ലാതെ സങ്കടമായി പോയി. ലിദാലിക വല്ലാതെ കടുപ്പുള്ള സംഘം. വബകാ ഖൽഫ സരീരിഹി. ഉപ്പാപ്പന്റെ കട്ടിലിന്റെ കാല് പിടിച്ച് 8 വയസ്സുകാരനായ ചെറിയ മോൻ വിതുമ്പി കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന 8 വയസ്സുള്ള പൊന്നുമോൻ ഉപ്പാപ്പ കിടക്കുന്ന കട്ടിലിന്റെ കാല് പിടിച്ച് കട്ടിലിന്റെ ബാക്കിൽ നിന്ന് വിതുമ്പി കരഞ്ഞു എന്ന് ചരിത്രം.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഉപ്പാപ്പയിൽ നിന്ന് സംരക്ഷണം നീങ്ങിപ്പോയി. പക്ഷെ അബ്ദുൽ മുത്തലിബ് ഒരു കാര്യം, അബ്ദുൽ മുത്തലിബ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അബൂ ത്വാലിബിനോട് പറഞ്ഞിരുന്നു, അബൂ ത്വാലിബേ മോനെ, നമ്മളെ മോന്റെ കാര്യം ശ്രദ്ധിക്കണേ, മോഹന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഒരേ ഉമ്മന്റെ ഒരേ വാപ്പന്റെയും ഒരേ ഉമ്മന്റെ ഒരേ വാപ്പന്റെയും മക്കളാ. കാരണം അബൂ ത്വാലിബിന്റെയും മുത്തുനബി അബ്ദുള്ളയുടെയും ഉമ്മ ഫാത്തിമ ബിൻത് അംറാൻ, ഒരേ ഭാര്യയിൽ. അബ്ദുൽ മുത്തലിബിന് ഒരു ഭാര്യ, ഫാത്തിമ ബിൻത് അംറിന്റെ 2 മക്കളാണ്, അബൂ ത്വാലിബും അബ്ദുള്ളയും. അതുകൊണ്ട് തന്നെ ഒരേ ഉമ്മന്റെ ഒരേ വാപ്പന്റെയും മക്കളായതുകൊണ്ട് കുറച്ചുകൂടി സ്നേഹം കൂടുമല്ലോ, കൃഫുണ്ടാവുമല്ലോ. അങ്ങനെ അബൂ ത്വാലിബിനെയാണ് അബ്ദുൽ മുത്തലിബ് ഏൽപ്പിക്കുന്നത്, പൊന്നുമോനെ നോക്കാൻ. ഞാൻ കണ്ണടച്ചാൽ, ഞാൻ മരിച്ചുപോയാൽ, ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ മോന് വിഷമമൊന്നും വരാൻ പാടില്ല, പൊന്നുമോന് പ്രയാസമൊന്നും വരാൻ പാടില്ല. പ്രായമുള്ള ഉപ്പാപ്പന്റെ കരുതൽ നോക്കണം, പ്രായമുള്ള ഉപ്പാപ്പന്റെ ശ്രദ്ധ നോക്കണം. പ്രായമുള്ള ഉപ്പാപ്പ മകനെ കൈപിടിച്ചേൽപ്പിക്കുകയാണ് തന്റെ മകനിലേക്ക്. അബ്ദുൽ മുത്തലിബ് വസിയത്ത് ചെയ്തതുപോലെ അബൂ ത്വാലിബ് ഏറ്റെടുക്കുകയാണ്. അബൂ ത്വാലിബ് വലിയ പ്രയാസമുള്ള ആളാണ് സാമ്പത്തികമായി. നല്ല സ്വഭാവമാണ്, വലിയ ശ്രദ്ധയാണ്. പക്ഷേ സാമ്പത്തികമായി വലിയ പരാധീനതയിലാണ്, സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നു പോലെ നോക്കുകയാണ്. അത് വെറുതെ പറഞ്ഞില്ലേ, പൊന്നു പോലെ നോക്കുക നോട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ നോക്കുക. നല്ല സന്തോഷത്തിൽ നോക്കുകയാണ്. എപ്പോഴും ഉണ്ടാകും. അബൂ ത്വാലിബിന്റെ കൂടെ തന്നെ കൂട്ടും, ഹദറിലും സഫറിലും കൂട്ടും. കൂടെ ഉറങ്ങുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ കൂട്ടും. ഇങ്ങനെ ഉപ്പ പറഞ്ഞതാണ്, മോനെ ശ്രദ്ധിക്കണം. ഉപ്പ കാണിച്ചു കൊടുത്തതാണ്. കാബന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന വിരിപ്പിൽ പോലും കൊണ്ടുപോയി ഇത്യതാണ് ഈ പൊന്നുമോനെ. കുട്ടി ഒരു അത്ഭുതമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൂടെ തന്നെ കൂടുകയാണ്. ഉറക്കിലും ഉണറിലൊക്കെ മുത്താപ്പ കൂടെയുണ്ട്. ഒരു വിഷമവും കാണിച്ചില്ല, അറിയിച്ചില്ല. അബൂ ത്വാലിബ് പരമദരിദ്രനാണ്, അല്ലെങ്കിൽ പ്രയാസമുള്ള ആളാണ്. എപ്പം ഭക്ഷണം കഴിച്ചാലും നമ്മൾ മനസ്സിലാക്കണം, അബൂ ത്വാലിബിന്റെ കുടുംബത്തിന് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, മാറും. പക്ഷെ ഒരിക്കലും വയറ് നിറക്കാൻ പറ്റൂല. ഇതാ കലൂലം യസ്ബഉ, ഭക്ഷണം കഴിച്ചാ വയറ് നിറയൂല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അബൂ ത്വാലിബ് ഉണ്ടായിരുന്നത്. എന്നാ കേൾക്കണോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടി അബൂ ത്വാലിബിന്റെ കുടുംബത്തിലേക്ക് അങ്ങ് വന്നു. ഇനി ഹബീബായ തങ്ങളെ കൂടെ വൈദ അകല മഅഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സബിഉ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അവര് എല്ലാവർക്കും നല്ല തൃപ്തിയാണ്. ഭക്ഷണം കുറയല്ല. നമ്മളിപ്പോ 4 ആള് ഭക്ഷണം കഴിക്കാനിരുന്നു, 5ാമത്തെ ഒരാളും കൂടെ വന്നപ്പോ 4ആക്കന്നെ ഇല്ല. വലിയ സങ്കടമായി, പടച്ചോൻ ഇപ്പൊ എന്താ ചെയ്യാ, ആകെ ബേജാറായി. ഇതങ്ങനല്ല. ഇതല്ലെങ്കിൽ തന്നെ അവർക്ക് ഭക്ഷണം വയറ് നിറച്ച് തികയില്ല. എന്നാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സുള്ള പൊന്നുമോനാണ്. ഈ മകൻ അവരെ കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് മുതൽ അവരുടെ വയറ് നിറയാൻ തുടങ്ങി. ഇതൊരു മുബാറക്കായ മകൻ തന്നെയാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, അബൂ ത്വാലിബ് തന്നെ പറയുമായിരുന്നു, ഇന്നക ലമുബാറക്. ഹബീബായ തങ്ങളോട് പറയും, പൊന്നുമോനെ നീ ഒരു ബറക്കത്തുള്ള മോനാ. ഇന്നക ലമുബാറക്, നീ ഒരു ബറക്കത്തുള്ള മോനാ. നമ്മളെ ഒരാൾ അല്ലാഹു നമ്മളെ കുടുംബത്തെയും കൂട്ടരൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഏതെങ്കിലും ഒരാളെ നമ്മൾ നോക്കേണ്ടി വന്നാൽ, ഒരു പൈതൽ ഒരു കുട്ടി നമ്മളെ കൂടെ ഉണ്ടായാൽ, ഓ നീ വന്ന പോലെ അങ്ങനെ തന്നെ, നീ വന്ന പോലെ ഇങ്ങനെ തന്നെ, നീ വന്ന പോലെ അങ്ങനെ തന്നെ, ചൊറന്നെ പറയാൻ പാടില്ല. ചില ആളുകൾ മക്കളെ നോക്കിയിട്ട് വരെ പറയും, നീ വന്ന മുതൽ എനിക്ക് എന്റെ വണ്ടിക്ക് എപ്പോഴും പ്രശ്നം, നിന്നെ ജനിച്ചത് മുതൽ എന്റെ കച്ചവടം മുഴുവനും പൊളിഞ്ഞിട്ടാള്, എന്റെ കയ്യിൽ ഇപ്പൊ ശരിയില്ലാത്തോണ്ടാ പൊളിഞ്ഞത്. കുട്ടിന്റെ പേരടി കയറാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആകാൻ പാടില്ല.
ഇവിടെ അബൂ ത്വാലിബിന്റെ ഭക്ഷണത്തിന് വലിയ വിശാലത കിട്ടി. അവരുടെ കുടുംബത്തിന്റെ പട്ടിണി മാറിയതുപോലെയായി. അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവര് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോ അബൂ ത്വാലിബ് മുത്തുനബിയോട് പറയാണ്, പൊന്നുമോനെ, ഇന്നക ലമുബാറക്, നീ വലിയ ബറക്കത്തുള്ള മോനാണ്, ബറക്കത്തുള്ള മോനാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ അങ്ങനെ ജീവിക്കുകയാണ്. അതാ അബൂ ത്വാലിബ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായിട്ട് പോറ്റി വളർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഉമ്മു ഐമൻ എന്ന മഹദി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഹബീബായ തങ്ങള് അതാ തങ്ങളെ സ്വഭാവം, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്കൂ ജൂഅൻ ഖത്ത് വലാ അത്ശാ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, ഒരു പരാതിയും ഒരു പരിഭവവും ഒരിക്കലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, പറയാറില്ല. ലാ ഫീ സുഗ്രിഹി വലാ ഫീ കിബ്രിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെ പറയാറില്ല. അവിടത്തെ വലിയ പ്രായത്തിലുമില്ല. കടുപ്പമുള്ള വിഷമമുണ്ടെങ്കിലും വിശപ്പുണ്ടെങ്കിലും ഒരിക്കലും ഹബീബായ തങ്ങൾ വിശപ്പ് ആളുകളോട് പറയൂ, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഒരു പരാതി പറയൂല. ആരോടും തങ്ങൾ അപരാധി പറയൂല. അതേ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സമയത്തും ചെറുപ്പത്തിലും അതാ വശക്കത്തു ഖുറൈശ് ലാത്ത യൗമിൻ ഇലാ സയ്യിദിഹിം അബീ ത്വാലിബ് മിനൽ കഹത്ത്. നല്ല ക്ഷാമാണ്, വലിയ പ്രയാസാണ്. ഖുറൈശി നേതാക്കന്മാരൊക്കെ അബൂ ത്വാലിബിന്റെ അടുക്കൽ വന്നു. അബൂ ത്വാലിബിന്റെ നേതാവാ. അബൂ ത്വാലിബിന്റെ അടുക്കൽ വന്നിട്ട് വിഷമം പറഞ്ഞപ്പോ ഫസ്തസ്ഖാ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ബൈത്തുൽ ഹറാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ടുപോയിട്ട് മസ്ജിദുൽ ഹറാമിന്റെ കഅബന്റെ അടുക്കൽ നിന്ന് ഈ കുട്ടിയെ കാണിച്ചിട്ട് മഴക്ക് ദ്വാരുന്നു. മലഞ്ചെരിവ് അങ്ങനെ നിറഞ്ഞൊഴുകുന്നത് വരെ മഴയങ്ങ് പെയ്തുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ് الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي توبة طالبت منك يا شفيع المذنبين ثوب طاهر عن سواك سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي. അല്ലാഹുവേ സ്വീകരിക്കണമേ.
സ്വീകരിക്കണം റഹ്മാനേ. റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലുള്ള ആണു പെണ്ണ് ചെറുത് വലുത് സാദാത്യങ്ങളെ സാധാരണക്കാർ അലിമീങ്ങൾ ആരെയും സങ്കടത്തിലാക്കല്ല അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. നമ്മൾ സാധാരണ ചെല്ലുന്നല്ലേ, രണ്ടുപേര് ചെല്ലിയിട്ട് നമുക്ക് ദ്വാരക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ تبنا إلى الله يا رب الأرباب يا خير تواب افتح لنا الباب بالفضل يا الله. حج وعمرة في كل مرة والأهل زمرة وإخواني في الله إلى المدينة نار الأمينة طه نبينا أخري إلى الله. مت رسول مت مدينة മുത്തി മണക്കാൻ കൊതിയേറെയുണ്ട്. ഇഷ്ടക്കടലാം മദീനയിലെത്താൻ പാപികളെ നീ തുണച്ചിടു റബ്ബേ. അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് ഇസ്മഅ ദുആനാ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങൾ ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല അല്ലാഹ്.